ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണോ എല്ലാവരും? ഞാനും ഇവിടെ സുഖമായിട്ട് അടിച്ചു പൊളിച്ച് സുഖമായിരിക്കണം. ഇന്നത്തെ എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്, പ്രോട്ടീൻ പാക്കായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അത് ടീ ടൈമിലും ഉപയോഗിക്കാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നന്നായിട്ടുണ്ടാവും. അപ്പോൾ അത് ഞാനിട്ട പേര് വെജ് കട്ട്ലറ്റ് സാൻഡ്വിച്ച് പാവ്. ബോംബെ വടാപ്പാവ് എന്നൊക്കെ പറയില്ലേ, എന്ന പോലെ ഞാൻ ഇതിൻ്റെ ഫില്ലിങ് അതിൽ വടയാണ്, പൊട്ടറ്റോ വട ആണ് ഫില്ല് ചെയ്യുക പാവിൻ്റെ ഇടയിൽ. ആദ്യം ചെയ്തത് സോയ ഗ്രാന്യൂൾസ്, സോയ ചങ്ക്സ് അല്ല കേട്ടോ, സോയ ഗ്രാന്യൂൾസ്, വളരെ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ആദ്യം നല്ല ചുടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുത്താൽ അത് റെഡിയായി. പിന്നെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പൊട്ടറ്റോ ഒക്കെ ഫൈബർ റിച്ച് ആണല്ലോ, അതും പിന്നെ കുറച്ച് ചണ്ണ, പിന്നെ സോയ ഗ്രാനു. അപ്പോൾ അത് രണ്ടും പ്രോട്ടീൻ ബേസായി. അങ്ങനെ അപ്പോൾ അത് കുക്കറിലിട്ട് അസലായിട്ട് വേവിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം മാഷ് ചെയ്ത് സോയ ഗ്രാന്യൂൾസും അതിലിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അല്ലാണ്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അങ്ങനെ ആവശ്യമില്ല. ഇതിൽ തന്നെ ഈ മത്ത് എന്നൊക്കെ പറയില്ലേ, ആ മത്ത് കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുത്താൽ മതി. പൊട്ടറ്റോ മാഷറായാലും ചെയ്യാൻ പറ്റും. പിന്നെ അത് നന്നായിട്ട് ആദ്യം സ്പൂൺ കൊണ്ടൊക്കെ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത്, പിന്നെ എനിക്ക് ഒരു തൃപ്തിയായില്ല. പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ അതിന് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ്, അതിലേക്ക് ഇൻഗ്രീഡിയൻ്റ് അതിലൊക്കെ ആഡ് ചെയ്യുന്ന ചില മസാലകളൊക്കെയാണ്. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം, പിന്നെ ജീരകപ്പൊടി, പിന്നെ ഇഞ്ചിയും വെള്ളുള്ളിയും പേസ്റ്റ്, അതല്ലെങ്കിൽ ഫ്രഷായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായാലും ഇതാക്കാം, നന്നായിരിക്കും. ഒന്ന് ക്രഞ്ചി ആയിട്ട് കടിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ ജീരകപ്പൊടി, പിന്നെ ഷഹജീര പറഞ്ഞിട്ടൊന്നുണ്ടല്ലോ, നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുമല്ലോ, അത് ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങനെ കുറച്ച് നേരം വെച്ചു. അപ്പോൾ എന്താ അറിയോ, ആ സോയ ഗ്രാന്യൂൾസ് എല്ലാം അതിൽ അഥവാ കുറച്ച് വെള്ളം ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അതെല്ലാം അത് അബ്സോർബ് ചെയ്തിട്ട് കറക്റ്റ് പാകത്തിനുള്ള ആവും. എന്നിട്ട് പിന്നെ ഒരു ഷാലോ ഫ്രൈ ആണ് ഞാൻ ചെയ്തത്. 2 ടൈപ്പ് ചെയ്തു, ഇതിലും ചെയ്തു, ഗ്യാസിലും ചെയ്തു, പിന്നെ എയർ ഫ്രയറിലും ചെയ്തു. രണ്ടും ഒരേ ഇതന്നെ, പക്ഷേ നമുക്കതിലധികം എണ്ണ വേണ്ട, ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തതേ ഉള്ളൂ. ഇതിലിപ്പോൾ കുറച്ച്, ഇതിലും ഇത്രയും ഉപയോഗിച്ചുള്ളൂ ഞാൻ എണ്ണ. നല്ലവണ്ണം ബ്രെഡ് ക്രംസിൽ ഇട്ട് നല്ല ഷേപ്പാക്കി അങ്ങനെ 2 സൈഡും മുരിച്ചെടുക്കുക. ഓൾറെഡി വെന്ത ആയതുകൊണ്ട് പിന്നെ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇങ്ങനെ ബീട്രൂട്ട്, സോയ ചങ്ക്സ് ഒക്കെ ആയിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റിയാണ്, നല്ല ടെക്സ്ചറായിട്ട് ക്രിസ്പി ആയിരിക്കും ഔട്ട്സൈഡിൽ, ഉള്ളിൽ നല്ല സോഫ്റ്റും നന്നായിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇതാക്കിയത് ബ്രെഡിൽ സോസ് പുരട്ടിയിട്ടാണ് വെച്ചത്. അതിന് പകരം നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടല്ലോ, നമ്മൾ മല്ലിത്തല, പച്ചമുളകും തൈരൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടൊരു ചട്നി, അതിൽ ഗ്രീൻ ചട്നി, അതായാലും സ്പ്രെഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇത് ഇന്നത്തെ എൻ്റെ വിഭവം, ഈവനിങ് സ്നാക്ക്, പ്രോട്ടീൻ പാക്കായിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? പ്രോട്ടീൻ സ്നാക്ക് റെഡിയായി അല്ലേ? ഫ്രയറിൽ ഉണ്ടാക്കി, രണ്ടും സെയിം
ടെക്സ്ചർ തന്നെയായിരുന്നു. ടേസ്റ്റിനൊന്നും ഒരു ഡിഫറൻസും തോന്നിയില്ല. പിന്നെ ഫ്രൂട്ട്സ് അതിൻ്റെ കൂടെ കഴിച്ചതുകൊണ്ട് ഞാൻ കോഫി ടീ അങ്ങനെയൊന്നും കൂടെ കഴിച്ചില്ല. കാരണം ഫ്രൂട്ട്സ് അതും തമ്മിൽ ശരിയാവില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ വൈൻഡപ്പ് ചെയ്യട്ടെ. അടുത്ത നല്ലൊരു വിഭവമായിട്ട് പിന്നെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.